നമസ്കാരം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ ഇപ്പോൾ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരിൽ നിന്നൊരു സ്നേഹം കിട്ടുന്നില്ല, നിങ്ങളെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, ഒഴിഞ്ഞൊഴിഞ്ഞു പോവാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അത് മനസ്സിലാക്കി നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായി കൊണ്ടെത്തിച്ചാൽ മാത്രമേ പക്ഷേ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷവും സമാധാനവുമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരകന്നു പോകുന്നത്. അവർ വിചാരിച്ച കാര്യം സാധിച്ചു കിട്ടി, ചിലവർക്ക് ശാരീരികമായും സാമ്പത്തികമായൊക്കെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോഴാവും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. അത് പല കാരണങ്ങളുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി വന്നിട്ടോ പല സാഹചര്യങ്ങളിൽ കൊണ്ടും നിങ്ങളിൽ നിന്ന് അവരകന്നു പോകും. അങ്ങനെ അകന്നു പോയി കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി പെരുമാറി അവരിൽ നിന്ന് മോശം വാക്കുകളും മോശം രീതിയിലുള്ള പെരുമാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസിക നില തന്നെ തെറ്റിപ്പോകും. കാരണം ഏത് നിമിഷവും അതേക്കുറിച്ചുള്ള ചിന്തകളും അതേക്കുറിച്ചുള്ള ആലോചനകളുമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോവും. ജീവിതം തന്നെ മടുത്തു പോകുന്ന, അതല്ലെങ്കിൽ ജീവിതത്തോട് വെറുപ്പ് തോന്നുന്ന അവസ്ഥ വരെ ആയിപ്പോവും. അങ്ങനെയുള്ള ആളുകൾ, ഈ വ്യക്തികൾ തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വ്യക്തി അകന്നു പോയതെന്ന് മനസ്സിലാക്കി അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ വ്യക്തി തിരിച്ചു വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവരകന്നു പോയിക്കൊണ്ടിരിക്കും. മിക്കവാറും തേർഡ് പാർട്ടി ആയിരിക്കും ഇതിൻ്റെ കാരണം, അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയൊക്കെ ഒഴിവാക്കി നിങ്ങളിലേക്ക് തന്നെ ആ വ്യക്തി തിരിച്ചെത്തണം. പിന്നീട് ഒരിക്കലും ആ തേർഡ് പാർട്ടിയുടെ ഒരു ഉപദ്രവ ശല്യവും ഇല്ലാത്ത രീതിയിൽ വേണം അതിൽ നിന്ന് ഒഴിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ. അപ്പം അതിനൊക്കെ കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യണം, ഏത് ചെയ്താൽ എങ്ങനെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അത് മനസ്സിലാക്കി കൃത്യമായി വിശ്വാസത്തോടു കൂടി ആ കാര്യം ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്ന എന്നുള്ളൊരു ഓപ്ഷന് മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ പറ്റും. അതിന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, അതല്ലാതെ ചെയ്തു നോക്കുക ഇതിലേക്ക് സംശയം ചോദിക്കാനും വിളിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ സംശയം ചോദിച്ചിട്ടും കാര്യമില്ല. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നോക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.